ഡൽഹിയിൽ കാർ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഈ ഒരു വണ്ടിക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതാ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, സൈഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കാനിങ് കാര്യങ്ങളാണ് ഉള്ളിൽ നോക്കാനുള്ളത്. ഇതാ സാധനം റെഡി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. GL6 ആണ്, 2024 മോഡലാണ്. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഡൽഹി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം. എന്തൊക്കെ വണ്ടി കേടുപാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു അതർ സ്റ്റേറ്റിൽ പോയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഇതേമാതിരി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെടും. അത് നമ്മളൊരു മലയാളി കൂടി ആകുമ്പോൾ പിന്നെ നമ്മൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. എന്താ ഇപ്പം മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് എന്താ സ്ഥിതി? ഇപ്പോൾ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് പാനൽ മാറിയതാണ്, പ്ലസ് ഈ ഫെൻഡർ ലൈനും മാറിയതാണ്. അപ്പോൾ അതായത് ഇവിടെ ഒരു കൊളീഷൻ വന്നിട്ടുണ്ട്. ഒരു കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ കാണിച്ചത് എന്നോട് പറഞ്ഞ ഹിസ്റ്ററിയിലൊന്നും ഇത് ഇല്ല. ഹിസ്റ്ററിയിലൊന്നുമില്ല. പുറത്തുനിന്ന് പണിയെടുത്തു. പക്ഷെ നീറ്റ്ലി പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മേജർ ആക്സിഡന്റ് ഒന്നുമല്ല, ജസ്റ്റ് ഈ ഒരു ഭാഗമുള്ള ഒരു കൊളീഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതർ സ്റ്റേറ്റിൽ പോയിട്ട് വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായി ഇതേപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല 16 പണി കിട്ടും. വേറെ എന്തെങ്കിലും എനിത്തിങ് പ്രോബ്ലം സ്കാന് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എഞ്ചിൻ വൈസ് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിൻ, ഗിയർ ബോക്സ്, സസ്പെൻഷന്, അതുപോലെ സ്റ്റിയറിംഗ് യൂണിറ്റ്, അണ്ടർ ബോഡി നോക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഫർദർ ആയിട്ട് നമ്മൾ ഇതിന്റെ സ്കാനിങ്ങോട്ട് പോകും. 2.5 മണിക്കൂർ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കാർ നമ്മൾ എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കാറിന്റെ കിലോമീറ്റർ എത്രത്തോളം മറിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ കറക്റ്റ് അറിയാം. എത്ര മറിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കും. എങ്ങനെ നമ്മൾ എല്ലാ മൊഡ്യൂളും നമ്മൾ സ്കാൻ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് എന്നാണ് അതിൽ ലാസ്റ്റ് അപ്ഡേഷൻ വന്നത് നോക്കും. അപ്പൊ ആ ഒരു എല്ലാ മൊഡ്യൂളുകളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും നോക്കും. എല്ലാ മൊഡ്യൂളും ഒരേ കിലോമീറ്റർ റീഡിംഗ് ആയിരിക്കും. ചെറിയ രീതിയിൽ മൈന്യൂട്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസം വരുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മൊഡ്യൂളുകളും തമ്മിൽ നല്ല നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടാമ്പർ ചെയ്യുന്ന ആളുകൾക്ക് സെയിം കിലോമീറ്റർ ഓരോ മൊഡ്യൂളും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടിയല്ലേ? ഓക്കെ, എല്ലാ മൊഡ്യൂളും ജെനുവിനാണ്. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മൂപ്പര് വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഉണ്ട് അത് റീപ്ലേസ് ഉണ്ട്, ഇവിടെ റീപ്ലേസ് ഉണ്ട്, മൊത്തത്തിൽ റീപ്ലേസ്. ഇനി അതേപോലെ തന്നെ ഇപ്പം ബോർഡിന്റെ അടിയിൽ അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ അണ്ടർബോഡി ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ചെക്കിംഗ് ആണ്, അതിവിടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പം എക്സ്ട്രാ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും ചെറിയ രീതിയിൽ റീപെയിന്റുകൾ വന്നിട്ടുണ്ടാവും. എന്തായാലും ടച്ചപ്പ് കയറും. മേജർ ആയിട്ടുള്ള ടച്ചപ്പ് കയറിയിട്ടുണ്ടോ എല്ലാം അതുകൊണ്ട് അങ്ങനെ കയറിയാലും നമുക്കതൊരു ഡിപ്രീഷിയേഷൻ ചെയ്യാനുള്ള ടൂളാണ്, അതായത് വില പേശാനുള്ള ടൂളാണ്. അതായത് വെഹിക്കിൾ ഇനിയിപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ കാർ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ലുക്മാൻ ബോന്റെ നമ്പർ ഉണ്ട്. നിങ്ങൾ ഇവിടെ വരിക, ഡൽഹിയിൽ വരിക, വണ്ടി നോക്കുക, മൂപ്പരെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രീമിയം കാറൊക്കെ നോക്കൂലേ? പ്രീമിയം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രീമിയം ആണ്. ഇനി അൾട്രാ പ്രീമിയം ആണ്, അൾട്രാ പ്രീമിയം നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു എക്കണോമി, ടയോട്ട ആണെങ്കിലും എക്കണോമി എല്ലാ വണ്ടികളും ചെയ്യാറുണ്ട്. മൂപ്പരെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുക്കുക. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി, കാര്യം ഉണ്ടാവും.